ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ചോറും കൂട്ടാനൊക്കെ ആയി. അപ്പോൾ ഇപ്പിയും കുഞ്ഞുമാനും ചുങ്കത്ര പോയതാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പാൻ്റെ നെഞ്ചതിൻ്റെ അവിടെ വലിയൊരു പാലുണി കിട്ടും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മുടി ചുറ്റിയാൽ മതി, പാലുണിൻ്റെ ചുറ്റും മുടി ഇങ്ങനെ ചുറ്റി വെച്ചാൽ അത് കുറച്ച് കാലം കഴിയുമ്പോൾ കരിഞ്ഞു പോകും പറഞ്ഞു. പക്ഷെ കരിയെ മാത്രമല്ല, അത് ആ വലിപ്പം കൂടിങ്ങാണ്ട് ഇങ്ങനെ വീർത്ത് വന്നു കേട്ടോ. സാധാരണ ചെറിയ പാലുണി കഴിക്കാനും വേണമെങ്കിൽ മുടി ചുറ്റിയാൽ കരിഞ്ഞു പോലെ ഇതെങ്ങനെയാലും പോണില്ല. ഒരു മാസത്തോളമായി ഇങ്ങനെ സംഭവം. ഇപ്പോൾ ഭയങ്കര വേദന കൂടുതലാണ്. ആ മുടിയേറ്റ് അവിടെ നിന്ന് കിട്ടൂല. പാലുണ്ണിയാണെങ്കിൽ ഏറെ ചീറ്റിച്ച് ചുമന്ന് കളറായി നിൽക്കുകയാണ്. അത് കൊഴിഞ്ഞ് പോകണമില്ല, ഉണങ്ങണമില്ല, കരിയണമില്ല. അപ്പോൾ ആകെ സീനാണ്. അതിൽ ഇപ്പം ഇനി ഓപ്പറേഷൻ മാതിരി കട്ട് ചെയ്യണം പറഞ്ഞങ്ങാണ്ട് അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ രണ്ടാളും അങ്ങനെ പോയിക്കണേ. ഇമ്മ ഇപ്പം ഇല്ല ഇവിടെ. ഇമ്മ ഉപ്പടക്ക് പോയിക്കണം, നാത്തൂൻ്റെ പെരയ്ക്ക് പോയിരുന്നിട്ട് ഇപ്പോൾ വരും. കുറച്ച് നേരമായി പോയിട്ട്. അപ്പം ഞാൻ എൻ്റെ പണികളൊക്കെ ഇങ്ങനെ കഴിച്ച് ഒരുവിധമൊക്കെ ആക്കി വെച്ചിക്കണം. ഇതിൻ്റെ അടുക്കാണ് ചെറുക്കന് സ്കൂളിൽ നിന്ന് വയറുവേദന എടുക്കണ്ടെന്ന് ടീച്ചർ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ അപ്പോഴത്തേനും ഇവിടെ എത്തിയിന്. അപ്പോൾ ഉമ്മ അവനെ കൊണ്ടുവരാൻ പോയിക്കാണ്. മറ്റുള്ള നേരെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടില്ല. ഇൻഷുറും കാര്യങ്ങളൊക്കെ ശരിയാക്കണേ കുറച്ച് ടൈം എടുക്കും പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ പോയപ്പോഴേ ഞാൻ പറഞ്ഞിനി വയറുവേദന ഉണ്ട്, പത്തിരി പത്തിരിയൊക്കെ തിന്ന് അപ്പോഴും പറഞ്ഞു ചെറിയ വയറുവേദന ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചറോട് ഇനി പറഞ്ഞുകൊണ്ട് നല്ലോണം ഇല്ലല്ലോ വെച്ചപ്പോൾ ഇല്ലാന്ന്. അപ്പോൾ ടീച്ചറിനോട് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ടീച്ചർ ഇപ്പോൾ കുറച്ച് നേരമായി വിളിച്ചിട്ട് അതിൽ കൊണ്ടുപോകാൻ പോയിക്കണേ. എങ്ങനെ എന്താ അറിയില്ല, ഏതായാലും വരട്ടെ. വയറുവേദന എടുത്ത് വന്ന് കുട്ടി ഇതാക്കണ്. അപ്പോൾ വേറൊരു കുട്ടീനെയും കൊടുന്നിക്കണ് ഉമ്മ. നല്ല വേനടാ. ഗുളിക ഉണ്ട്, ഗുളിക തരാം. ചോർന്നീനോ? രാവിലെ കൊല്ല എനിക്ക് പോയപ്പോളേ അവിടെ എത്തിയപ്പോഴൊക്കെ കിടക്കന്നെ. കള്ളത്തരല്ലല്ലോ. ആദ്യമായിട്ടാണ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അന്ന് വന്നീനോ? അന്ന് വന്നിട്ടില്ലല്ലോ. കാക്ക പോന്നപ്പോ അനിയനെയും കൊടുന്നു. സ്കൂളിൽ നിന്ന് നേരത്തെ പോന്നിട്ട് എന്താ എനിക്ക്? സ്കൂളിൽ നിന്ന് നേരത്തെ പോന്നിട്ട് ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ ഈ പരിപാടി? ഇനി വലിയ പഠിപ്പൊന്നും ഉണ്ടാവില്ല. ഇതിനും കൊണ്ട് പോന്നിക്കണം. മാറിയതോ ഗുളികരാ. ഗുളികളൊക്കെ വയറുവേദന, ഛർദി, പനി ഒക്കെ സ്റ്റോക്ക് കാരണം. എന്നിട്ട് കുടിച്ചോ? മാറിയതോ? എവിടെ ഇങ്ങനെ വേദന? അവിടെ മരുന്നിനാണോ? മരുന്നിനാണോ? ഇപ്പം നമ്മൾ കയ്യിലൊരു ഗുളി കണ്ട് കൊടുത്തോക്കാം. അരപ്പൊട്ടുണ്ടേ കൊടുത്തോ. എനിക്കാണോ ഗുളിക? എന്തിന്? എന്നാ വെള്ളത്തെ അവിടെ കുപ്പിയില് കുടിച്ചോ. എന്താ പരിപാടി? നെയ്യപ്പം ഉണ്ടാക്കുക. കുറേ ദിവസമായി നെയ്യപ്പം പറഞ്ഞിട്ട് നെയ്യപ്പം ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. നല്ല അടിപൊളി നെയ്യപ്പം അല്ലേ. ചട്ടിയിൽ അടുപ്പത്ത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാ ചുട്ടെന്ന് വെച്ചാല് ഇപ്പൊ ഉന്മ ചുട്ടുകൊണ്ടിരിക്കുക. ഇതുവരെ ഞാൻ ചുട്ടുകൊണ്ട് നിക്കേനി. എങ്ങനെയുണ്ട് സിഗ്ന നെയ്യപ്പം? ചൂടില്ലാത്ത എങ്ങനുണ്ട്? നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട്, രസമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ നല്ലോണം ഉണ്ട്. ഉമ്മ അരച്ചതേ ചൂടണുണ്ട്, അതിനടുത്ത് തിന്നണുണ്ട്. ഏതെങ്കിലും ഒരു പരിപാടി നടക്കുള്ളൂ കേട്ടോ. എണ്ണക്കടിയിൽ ഏറ്റവും ഇഷ്ടമുള്ള കടി എന്താ? എന്ന് മുതല്? ഇന്നലെ മുതൽ
അപ്പോൾ നമ്മൾ 3 നെയ്യപ്പോടെ ഉണ്ടാക്കി വെച്ചേക്കണ്. ബാക്കി അത് കരിനാക്കണം, അത് എടുത്തില്ലേ. ബാക്കി ഇത്ര മാവുണ്ട്. ഇനി ഇത് കൽത്തപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാ, കുക്കർക്ക് ഇടാൻ വിചാരിച്ചിട്ട്. എൻ്റെ മേത്ത് കൂടെ എണ്ണ ഉണ്ടല്ലേ. മതി, കഴിഞ്ഞില്ലേ? അതില് പറ്റൂല, എണ്ണ കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റ് വന്നിട്ടല്ലേ ഇറങ്കായത്. ഇതൊക്കെ ചുട്ട ഞാനാട്ടോ. ലാസ്റ്റ് 2-3 ചൂടാൻ വന്നപ്പോത്തിന് നമുക്ക് പണിയുണ്ടേ. നാളെ ചായക്കടി ഉണ്ട്, ചോറുണ്ടാക്കാൻ വന്നോളി. പറ്റൂലേ? ചായ തീമക്കട്ടെ, ചായ കുടിക്കട്ടെ, കൽത്തപ്പം ഉണ്ടാക്കി വെക്കട്ടെ. ഇപ്പാനപ്പം പോയിട്ട് എന്തായി? സംഭവം ശരിയായില്ല അല്ലേ? ഇൻഷൂറ് ശരിയായോ? ഇൻഷൂർ ശരിയായി. ഇനി അത് ചെയ്യുന്ന 2 ദിവസം കഴിഞ്ഞിട്ടോ. അപ്പൊ രാവിലെ പോയതാണ്, ഇപ്പൊ വൈകുന്നേരം വന്നേ അല്ലേ? ഇൻഷൂർ ശരിയാക്കാൻ തന്നെ നല്ല ടൈം എടുത്തില്ല. അങ്ങനെ ടൈമിംഗ് ഉണ്ടോ? അപ്പൊ ശരിയാക്കിയാണ്ട് ഇനി സംഭവം ചൊവ്വാഴ്ച ചെയ്യാന്നാ പറഞ്ഞിക്കണം. ചൊവ്വാഴ്ച ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നല്ലേ ഞാൻ പറഞ്ഞേ? പിന്നെന്തൊക്കെ? അവിടെ ഉമ്മാന്റെ ലോക്ക് ഇപ്പൊ മാറ്റിക്കണോ? ഓലെ കളിച്ചിട്ടേ ലോക്ക് എല്ലാം മാറ്റിക്കണം. എന്നിട്ട് ഓരോ തർക്കം പറയുന്നത് ഇപ്പൊ എല്ലാം നേക്കില് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ലോക്ക് പഠിച്ചത് കണ്ടുപിടിച്ചു. അങ്ങനെ വീഡിയോ നമുക്ക് ഇന്ന് വൈൻഡപ്പ് ആക്കാൻ പറ്റിയില്ല. എന്നല്ല, ഞാൻ എടുത്ത വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം ഫിദാൻ്റെ പല്ല് അളകിയിട്ട് ഭയങ്കര കരച്ചിലും കാര്യമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ അത് വൈൻഡപ്പ് ആക്കാനുള്ള കാര്യം മറന്നിക്കണം. അപ്പം ഭയങ്കര കരച്ചിൽ, അളകിയിട്ട് ആരും തൊടാനയക്കില്ല, ഏറ്റവും പറിച്ചൊന്നുമില്ല, അതാവൂല. അപ്പോൾ ഉറങ്ങുമ്പോൾ പള്ളിക്ക് പോകും പറഞ്ഞിട്ട് അങ്ങ് എത്തിക്കണം, ഒരു നൂലും അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ആക്കാൻ പറ്റിയില്ല. അപ്പോൾ രാവിലത്തെ ചായയും കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നേരം കുറച്ചായി, 11 മണി ഒക്കെ ആയി. അപ്പോൾ അമ്മ പൂളുണ്ടാക്കി വെച്ചിരിക്കണ്. നല്ല മത്തിക്കറി ഉണ്ട്. അപ്പോൾ പൂളിയും മത്തിക്കറിയും തിന്നട്ടെ. ബാക്കി പണികളൊക്കെ ഇങ്ങനെ ഞാനും അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ഓളത്തിനനുസരിച്ച് ഇങ്ങനെ എടുക്കും. അപ്പോൾ പണികളൊക്കെ കിടക്കുന്നുണ്ട്. അത് പള്ളിക്ക് എന്തെങ്കിലും ആക്കട്ടെ. അപ്പോൾ ഫിദാൻ അങ്ങനെ വന്ന പല്ല് ആരമാതിരി ഉണ്ടായിന്, മറ്റേ മമ്മൂക്കോന്റെ പല്ലിക്കണ മാതിരി മേലൊക്കെ ഉണ്ട് ഇങ്ങനെ പല്ല് അളകി നിക്കണേ. അപ്പൊ കുന്മ രാത്രി ഉറങ്ങിയപ്പോ പറിച്ചതാട്ടത്. അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു പറിച്ചണ്ട, എങ്ങനെയും കാര്യം എന്നൊക്കെ പറഞ്ഞേ. പക്ഷെ അറിയാതെ പല്ല് പറിച്ചു. ഇനി ഇത് അങ്ങോട്ടാ കിട്ടണ നമ്മള് ഓടിന്റെ മേലൊക്കെ പല്ല് പോയി, ചക്കപ്പല്ല് പോയി, കീരിപ്പല്ല് വരട്ടാണ്ട് നമ്മൾ ഓടിന്റെ മേലേക്ക് ഇടുകയാണ്. ഒക്കെ പണ്ട് വെറുതെ പറയണം. എപ്പോഴും നമ്മൾ പല്ല് പറഞ്ഞാല് ഇങ്ങനെ പറയും ഏ. അപ്പൊ ഇത് ഞാൻ കുഞ്ഞാനെ ഏൽപ്പിച്ചാണ്. നടമ്പിക്കുളി പൂളി മീൻകറി മത്തിക്കറിയും പൂളി പത്തണിക്കത്തെ കറി അല്ല, പത്തണിക്കത്തെ സ്പെഷ്യല്. പറഞ്ഞോ? എന്താ പറഞ്ഞേ? എനിക്ക് കീരിപ്പല്ലൊന്നും ആവില്ല. നല്ല ഇടവുണ്ട് പല്ലിന്. അത്യാവശ്യം നല്ല വലുതന്നെ കരം വരിക. അപ്പൊ പെരും കരച്ചിലിന്നല്ല പല്ല് അളകിയിട്ട് പെരും നിലവിളി, ആർക്കും തൊടാൻ തരൂല. എന്നിട്ടാണ് ആ പല്ല് രാത്രി ഉറങ്ങിയപ്പോ പറിച്ചത്. അപ്പൊ അത്രക്ക് ഉറക്കത്തിലാണ് മൂപ്പര്. എന്നാലും മുന്നത്തെ പല്ല് പോന്നിക്കണ. അതിന് മുന്നേ പല്ല് പറഞ്ഞീനി കേട്ടോ. പക്ഷെ ഈ പല്ലിന് ഭയങ്കര കരച്ചില്ലേനി. കുറച്ചും നിങ്ങളിരുന്നോളി. നിങ്ങൾക്ക് വെല്ലിപ്പ നിക്കണ. വെല്ലിപ്പാക്ക്, ഉമ്മാക്ക്, കുഞ്ഞാന് ഓല് ആ ഹംസ വൈദ്യരുടെ അടുത്തേക്ക് നല്ല മത്തിക്കറിണ്ട്.
പാലക്കാടല്ല, എന്താ ഈ എന്താ ക്ഷേത്രല്ലേ, ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രം അതിന്റെ കുറച്ചപ്പുറത്ത്. നമ്മളെ ആദ്യം. അപ്പൊ അങ്ങോട്ട് ഇന്ന് പെൽച്ചാവാൻ നേരത്ത് പോകും. അപ്പൊ നാളെ രാവിലെ എത്തും. ദൂരം ഉണ്ടാവേ കുറച്ചേ. ചിലത് അഡ്മിറ്റ് ആക്കും. അഡ്മിറ്റ് ആണെങ്കിൽ മൂപ്പര് പറയും. അഡ്മിറ്റ് ആണെങ്കിൽ പറയും. പെരി കുറച്ച് മീനും കൊണ്ടുവരാൻ പറ്റൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ചാർച്ചല്ലേ അപ്പാടെ കൂടെ വെച്ചിരിക്കണു. അപ്പൊ കൂളി മീൻകറി കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.